What are the uses of monoclonal antibodies? They are used in detecting the presence of antibody specific substances in blood serum, or it can be used for detecting antigen in a tissue, like we can find out diseases, diagnose diseases like in the viruses inside a particular fish, etc., can be diagnosed. In case of humans, we can detect cancer, treat cancer using monoclonal antibody. It is also used in serological identification test of different antigens. We can detect pathogens using monoclonal antibodies. It can prepare vaccines, etc. These are the uses of a monoclonal antibody. Next is how these antibodies are produced. The steps involved in production of monoclonal antibodies called hybridoma technology. അതിൽ ഓരോ സ്റ്റെപ്പുമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ലബോറട്ടറി എനിമൽസിലാണ് ഈ പറയുന്ന ഹൈബ്രിഡോമ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വി ഇൻജെക്റ്റ് എ മൗസ് ഓർ എ റാബിറ്റ് വിത്ത് ആൻ ആൻറ്റിജൻ. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ കുത്തിവെച്ച് കുറച്ച് ദിവസം കഴിയുമ്പം ഈ മൗസ് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൗസിനെ സാക്രിഫൈസ് ചെയ്ത് അതിൻ്റെ സ്പ്ലീനിലാണ് ഈ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും കാണുന്നത്. അപ്പോൾ ആ ബി ലിംഫോസൈറ്റ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ആഫ്റ്റർ സാക്രിഫൈസിങ് ദ മൗസ്. സോ വി ആർ ഇൻജെക്റ്റിംഗ് ഇറ്റ് വിത്ത് ആൻ ആൻറ്റിജൻ, വി ആർ എക്സ്ട്രാക്റ്റിംഗ് ദ spleen from it, and from the spleen we isolate the B cells. After നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്ത് അതിൻ്റെ ആൻറ്റിബോഡി ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ എനിമലിനെ സാക്രിഫൈസ് ചെയ്തിട്ട് സ്പ്ലീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതും ബി സെൽസ് ഐസൊലേറ്റ് ചെയ്യുന്നതും. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇത് ബി സെൽസ് കിട്ടി. ഇനി ബി സെൽസിന് ഷോർട്ട് ലൈഫ് സ്പാൻ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറേ നാൾ അതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് ഓവർകം ചെയ്യാനാണ് നമ്മൾ മൈലോമ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. ഈ മൈലോമ സെല്ല് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ വേറൊരു മൗസിനെ ഇൻജെക്റ്റ് ചെയ്തിട്ട് ട്യൂമർ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിലേക്ക് കെമിക്കൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് ട്യൂമർ ഫോർമേഷൻ നടത്തി ആ ട്യൂമറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാം മൈലോമ. അല്ലെങ്കിൽ നമുക്ക് സെൽ കൾച്ചേഴ്സ് വഴി നമുക്ക് സെൽസ് ഈ മൈലോമ സെൽസ് കിട്ടും. അങ്ങനെയുള്ള മൈലോമ സെല്ലിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇമ്മോർട്ടലാണ്, അതിനെ എത്ര വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. പിന്നെയുള്ള രണ്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിന് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെയുള്ളത് അതിന് HGPRT ജീൻ അതിൽ ആബ്സെൻ്റ് ആയിരിക്കും. HGPRT ജീൻ ആവശ്യമുള്ളത് എന്തിനാണ്? ഏതൊരു സെല്ലും ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ DNA റെപ്ലിക്കേറ്റ് ചെയ്യണം. ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള രണ്ട് സാധനങ്ങളാണ് പ്യൂരിൻ, പിരമിഡിൻ. പ്യൂരിൻസ് അതിൻ്റെ മെറ്റബോളിസം രണ്ട് വഴിക്ക് നടക്കാം. ഒന്ന് ഡീനോവോ പാത്വേ, ഒന്നുമില്ലാതെ തന്നെ ഒരു പുതിയതായിട്ട് പ്യൂരിൻസ് ഉണ്ടാക്കുക, ഫ്രം സ്ക്രാച്ച് ഉണ്ടാവുന്നതാണ് ഡീനോവോ പാത്വേ. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്യൂരിൻസ് ഡീഗ്രേഡഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അതിന്ന് പുതിയത് എക്സിസ്റ്റിംഗ് പ്യൂരിൻസിൽ നിന്ന് ഉണ്ടാവുന്ന പുതിയ പ്യൂരിൻസിൻ്റെ പാത്വയാണ് സാൽവേജ് പാത്വേ. ഇതൊന്നുമില്ലാതെ പുതിയതായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്ന പാത്വയാണ് ഡീനോവോ പാത്വേ. രണ്ട് വഴിക്ക് പ്യൂരിൻ മെറ്റബോളിസം നടക്കാം. ഡീനോവോ പാത്വേ ദാറ്റ് ഈസ് ഫ്രം സ്ക്രാച്ച്, പുതിയ പ്യൂരിൻസ് ഉണ്ടാവുക. രണ്ടാമത്തെ പാത്വേ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പ്യൂരിൻസിൽ നിന്ന് പുതിയ പ്യൂരിൻസ് ഉണ്ടാവുക. ഈ രണ്ട് പാത്വയാണ് പ്യൂരിൻ മെറ്റബോളിസത്തിൽ ആവശ്യമുള്ളത്. അപ്പോൾ ഈ മൈലോമ സെല്ലിൽ HGPRT നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോസാന്തിൻ ഗുവനോസിൽ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ് ജീനാണ് ഈ HGPRT. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? ഇത് സാൽവേജ് പാത്വേനെയാണ് സഹായിക്കുന്നത്. സാൽവേജ് പാത്വേ നടക്കണമെങ്കിൽ HGPRT എൻസൈം വേണം. HGPRT enzyme is needed. HGPRT will HGPRT gene will help in production of purines through salvage pathway.
but the myeloma with non-functional hypoxanthine guanine phosphoribosyl transferase gene will it will not produce purine nucleotide from salvage pathway. ഓക്കെ, സോ നമ്മളുടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബി സെൽസ് ഐസൊലേറ്റ് ചെയ്തു, അത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൈലോമ സെൽസിന് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ പക്ഷേ ഇൻഫിനിറ്റ് സെൽ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് പ്രോപ്പർട്ടീസ് ഉള്ള രണ്ട് സെല്ലിനെ ഫ്യൂസ് ചെയ്യണം. അതിന് സാധാരണ രീതിയിൽ ഫ്യൂസിങ് നടക്കില്ല. അപ്പോൾ അതിനൊരു കെമിക്കൽ വേണം. അതിനെ പോളി എത്തലീൻ ഗൈക്കോൾ അല്ലെങ്കിൽ പെഗ് എന്ന് പറയും, PEG. അതിൽ ആ സൊല്യൂഷനിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് മിക്സ്ചർ ഓഫ് സെൽസ് കിട്ടും. ആ മിക്സ്ചർ ഓഫ് സെൽസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെയാണ്. ഫ്യൂസ്ഡ് സെൽസ് ഉണ്ടാവും, അതിൽ അൺഫ്യൂസ്ഡ് സെൽസ് ഉണ്ടാവും. ഫ്യൂസ്ഡ് സെൽസ് ഇൻക്ലൂഡ് ബി സെൽസ് ഫ്യൂസ്ഡ് ടു ഈച്ച് അതർ, മൈലോമാസ് ഫ്യൂസ്ഡ് ബി സെൽസ്, myeloma cells fused with each other, myeloma and B cells fused with each other, and unfused B cells and unfused myeloma cells are produced. This mixture next നമ്മൾ എന്താ ചെയ്യുന്നത്, we are putting this after fusion using PEG, this B cells plus myeloma cells. B cells എന്ന് പറയുന്നത് HGPRT പോസിറ്റീവ് ആണ്, myeloma cells are HGPRT നെഗറ്റീവ്. they are fused using PEG and we get unfused B cells, unfused myeloma cells, fused myeloma plus B cells ഉള്ള ഈ ഹൈബ്രിഡ് സെൽസും ഉണ്ട്. എല്ലാത്തിനെയും നമ്മൾ ഈ ഹാറ്റ് സൊല്യൂഷനിലേക്ക് ഇട്ട് വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ അൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ബി സെൽസ് നോർമലായിട്ടുള്ള സെൽ ഡെത്ത് തന്നെ അണ്ടർഗോ ചെയ്യും. കാരണം അവർക്ക് ഷോർട്ട് ലൈഫ് സ്പാനേ ഉള്ളൂ. അപ്പോൾ അവർ ഈ പറയുന്ന ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തനിയെ ഡിസ്ട്രോയിഡ് ആയിട്ട് പോവും. അടുത്തതായിട്ടുള്ളത് ഈ പറയുന്ന മൈലോമ സെൽസ് ആയിട്ടുള്ള അൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുന്ന മൈലോമ സെൽസ് എന്തുണ്ടാവും, അവർക്ക് ദേ ഡു നോട്ട് ഹാവ് ഹൈപ്പോസാന്തിൻ. ഓക്കെ, ഹൈപ്പോസാന്തിൻ HGPRT നെഗറ്റീവാണ്. അപ്പോൾ ഈ ഹൈപ്പോസാന്തിൻ എമിനോപ്റ്ററിൻ തൈമിഡിൻ മീഡിയമാണ്, ഈ മീഡിയത്തിലാണ് അവരെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു, ഈ ഹാറ്റ് മീഡിയം കണ്ടെയ്ൻസ് ഹൈപ്പോസാന്തിൻ എമിനോപ്റ്ററിൻ തൈമിഡിൻ. എമിനോപ്റ്ററിൻ വിൽ പ്രിവെൻറ്റ് ഡീനോവോ സിന്തസിസ്. ഡീനോവോ പാത്വേ ബ്ലോക്ക് ചെയ്തു. പ്യൂരിൻ മെറ്റബോളിസത്തിന് രണ്ട് പാത്വേ ഉള്ളത്, ഒന്നെങ്കിൽ ഡീനോവോ പാത്വേ അല്ലെങ്കിൽ സാൽവേജ് പാത്വേ. ഡീനോവോ പാത്വേ ബ്ലോക്ക് ചെയ്യുന്നത് ഈ ഹാറ്റ് മീഡിയത്തിൽ കാണുന്ന A എന്ന് പറയുന്ന എമിനോപ്റ്ററിൻ. അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഓൾ ദ സെൽസ് വിൽ ഹാവ് ടു സ്വിച്ച് ടു സാൽവേജ് പാത്വേ ഫോർ റെപ്ലിക്കേഷൻ. അപ്പോൾ ഈ HGPRT നെഗറ്റീവായിട്ടുള്ള മൈലോമ സെല്ലിൻ്റെ ഇതെന്താ ഉണ്ടാവുക, HGPRT ഉള്ള സെൽസ് വിൽ സർവൈവ് ത്രൂ സാൽവേജ് പാത്വേ, ബട്ട് HGPRT നെഗറ്റീവ് സെൽസ് വിൽ നോട്ട് be able to follow the salvage pathway. So the unfused myeloma cells will die because they have the functional because they do not have the functional HGPRT, and eminopterin will block the de novo nucleotide synthesis. Hence എന്തൊക്കെ ഡിസ്ട്രോയ് ആയ ഈ ഹാറ്റ് മീഡിയത്തിൽ ബി സെൽസ് നാച്ചുറലി കുറച്ച് കഴിയുമ്പോൾ തന്നെ സെൽ ഡെത്ത് അണ്ടർഗോ ചെയ്യും. മൈലോമ സെൽസ് HGPRT എന്ന് പറയുന്ന ജീൻ ഇല്ലാത്ത കാരണം അതിന് ഡിനോവോ പാത്വേ ഹാറ്റ് മീഡിയം സ്റ്റോപ്പ് ചെയ്തു. HGPRT ഇല്ലാത്ത കാരണം അതിന് സാൽവേജ് പാത്വേ അണ്ടർഗോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്യൂരിൻസ് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത കാരണം അത് ഡിസ്ട്രോയിഡ് ആവും പോകുന്നു. പക്ഷേ നമ്മളുടെ ഫ്യൂസ്ഡ് ഹൈബ്രിഡ് സെൽസോ ഇറ്റ് ഹാസ് HGPRT ജീൻ as well as so it can survive through the salvage pathway. Purines produce ചെയ്യാൻ പറ്റുന്നു. they will survive in the hat medium. അപ്പോൾ അങ്ങനെയാണ് ഈ സെലക്ഷൻ നടക്കുന്നത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കിട്ടുന്ന ഈ ക്ലോൺ ഓഫ് സെൽസ്, ആ ക്ലോൺ ഓഫ് സെൽസിനെ നമ്മൾ മാസ് കൾച്ചറിലൂടെ അത് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് the various step in hybridoma technology. So mouse is immunized by giving antigen injections to which the monoclonal antibodies have to be produced, and after 72 hours of immunization spleen is collected. Then a free cell suspension medium of spleen is prepared using sterile serum by
centrifugation we extract the plasma cells from the spleen and we maintain them in a cell culture medium before fusion. Then cells are in the early phase of growth എന്നുള്ളത് എൻഷുർ ചെയ്തതിന് ശേഷമാണ് ഫ്യൂഷന് അതിനെ സെൻഡ് ചെയ്യുന്നത്. Myeloma cells are selected based on some criteria that they should not produce antibody and they should contain a genetic marker like hypoxanthine guanine phosphoribosyl transferase negative ആണ് അവർ. This genetic marker will help in easy selection of the hybrid cells. അതാണ് ഇതിൻ്റെ മാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഹാറ്റ് മീഡിയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ ബി സെൽസ് ബിക്കോസ് ദേ ഹാവ് ഷോർട്ടർ ലൈഫ് സ്പാൻ ദേ വിൽ അണ്ടർഗോ സെൽ ഡെത്ത്. Myeloma cells, because they do not have HGPRT gene, they cannot undergo salvage pathway. De novo pathway of purine metabolism is blocked by aminopterin in the HAT medium. അപ്പോൾ അതുകൊണ്ട് പ്യൂരിൻ പാത്വേയുടെ 2 പാത്വേയും അതിനെ അണ്ടോഗോ ചെയ്യാൻ പറ്റാത്ത കാരണം മൈലോമ സെൽസും ഡിസ്ട്രോയിഡ് ആയിട്ട് മാറുന്നു. ആൻഡ് ദ റിമൈനിങ് വൺ ഇസ് ഓൺലി ദ ഹൈബ്രിഡോമ സെൽസ്. അതുകൊണ്ട് ആ ഹൈബ്രിഡോമ സെൽസിനെ മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് അതിനെ മാസ് പ്രൊപ്പഗേഷൻ വഴി നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് വാട്ട് ആർ ദ യൂസസ് ഓഫ് the monoclonal antibodies എന്നുള്ളതാണ്. Monoclonal antibodies are, that is large scale production of monoclonal antibodies have many uses. There are many valuable products that can be obtained from the cell culture. Cell cultures are used for obtaining useful products like interferons, interleukins, hormones, enzymes, antibodies, virus vaccines, etc. So large scale cell cultures are sources of valuable products also. They have been put into commercial use. Animal cell products are mainly high molecular weight because they include several enzyme, hormones, vaccines, monoclonal antibodies. Some important enzymes obtained from the animal cells like asparginase, collagenase, hyaluronidase, pepsin, renin, trypsin are very important. 4 important hormones that we get from the cultured cells are luteinizing hormone, follicle stimulating hormone, then many types of erythropoietin, etc. we get from animal cell lines. Vaccines. The vaccines that we obtain are the FMD vaccine, that is foot and mouth disease vaccine, which is very important because it is used. It's an example of use of large scale cell culture. There are other vaccines like polio vaccine, bovine leukemia virus vaccine, mumps, rubella, influenza, measles and rabies. They are also produced in large scale using cell cultures. Interferons. Interferon എന്ന് പറയുന്നത് ഒരു cell when it is infected by a virus, it will that is the remaining healthy cellsനെ warn ചെയ്യാൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് interferon. It does not directly kill the virus, but it will provide protection to the other healthy cells from the virus. It was discovered in 1957 by Isaac and Linderman, who observed that the virus-free fluid obtained from the cultured cells infected with the virus protected other cells from virus infection. അപ്പോൾ ഒരു സെല്ല് വൈറസായിട്ട് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ സെൻഡ് മെസ്സേജ് ടു അതർ സെൽസ് ആൻഡ് വിൽ പ്രൊട്ടക്ട് ദ അതർ സെൽസ് ഫ്രം ദ വൈറസ് ഇൻഫെക്ഷൻ. സോ ഇറ്റ്സ് എ ഫാമിലി ഓഫ് പ്രോട്ടീൻ ദാറ്റ് ആർ മെയ്ഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ ദ സെൽസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. And they are antiviral agents and can fight tumors. They modulate the response of the immune system. There are 3 types, that is alpha, beta and gamma, and they are widely used for killing cancerous cells. അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ്. 2 വിധത്തിൽ നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഒന്ന് ഇൻ വൈവോ, ഇൻ വിട്രോ. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ത്രൂ സെൽ കൾച്ചർ മെത്തേഡ്. ഇറ്റ്സ് മോർ എക്കണോമിക്കലി വയബിൾ, ചീപ്പാണ്. പിന്നെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും എത്ര കിലോ ഓഫ് ആൻറ്റിബോഡീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ എ സിംഗിൾ ഫെർമെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഫെർമെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബയോ റിയാക്ടേഴ്സാണ്. ലാർജ് സ്കെയിലൊക്കെ നമ്മൾ ഒരു കണ്ടെയ്നേഴ്സിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എയർ ഫിൽറ്റ് ഫെർമെൻറ്ററാണ്. ഇത് സ്റ്റിറർ ഫെർമെൻറ്റേഴ്സാണ്, വിച്ച് വിൽ ലേൺ ലേറ്റർ ഇൻ ദ
chapters. So it can also be injected in vivo in a